ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നലെ വൈകിട്ടായപ്പോൾ അബേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് അമ്പലം വരെ പോയാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ചുഞ്ചുറിനൊരു എന്താ പറയുക ഒരു അസ്വസ്ഥതയാണ്. എനിക്കാണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി, ചുഞ്ചുരുവിനും അതേപോലെയൊക്കെ തന്നെ 1-2 പ്രാവശ്യം ചുഞ്ചുരു ഇങ്ങനെ കാറിൽ കയറിപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള അങ്ങനെ തുടങ്ങിയിട്ട് തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മൾ അമ്പലം എത്തിയിട്ടോ. ഈ ഒരു എൻട്രൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പെരിങ്ങോട്ടുകാരുള്ള ആവണങ്ങോട് ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് വരാറ്. ഞാനായാലും അഭിയേട്ടനായാലും ഭയങ്കര വിശ്വാസികളാണ് കേട്ടോ. അപ്പം ഞങ്ങളെപ്പോലെ വിശ്വാസികൾ ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിത് അവിടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മളിതാ അകത്തൊക്കെ കയറി തൊഴുതു. പിന്നെ ക്ഷേത്രത്തിനകത്ത് അധികം വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വീഡിയോസൊന്നും അകത്ത് നിന്ന് എടുക്കാൻ നിന്നില്ല. പിന്നെ അതാ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം സാറ്റർഡേ ആണ് നമ്മൾ പോയത്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. പിന്നെ കാർ പാർക്കിംഗ് ഒക്കെ വേറെ സ്ഥലത്താണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് കാരണം കുറച്ചങ്ങോട്ട് നടക്കാനും. പിന്നെ അതാ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ഒക്കെ കണ്ടു കേട്ടോ. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. പിന്നെ ആ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, കാറിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ അബേട്ടനുള്ള കാരണം ഞങ്ങൾക്കൊരു ക്യാമറമാൻ ഉണ്ട്. ഇനി അബേട്ടൻ തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ക്യാമറമാൻ. പിന്നെ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നല്ലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കില്ല. അന്നത്തെ ദിവസമേ നമ്മൾ നോൺ വെജ് കഴിക്കില്ല. ഈ അമ്പലത്തിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ആ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ചുഞ്ചുരു ബേബിക്ക് ബിരിയാണിനോടൊന്നും വലിയ താല്പര്യമില്ല. അവന് ഈ ചോറ്, ദോശ, ഇഡ്ഡലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇതൊക്കെ നമ്മൾ നിർബന്ധിച്ച് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫോൺ എടുക്കാൻ പോയപ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി നമ്മുടെ മുന്തിരിയുടെ ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ പൾപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ജ്യൂസ്, പിന്നെ പാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.